സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര പദ്ധതിയിലൂടെ ഉണ്ടാവുന്ന നഷ്ടം മറികടക്കാൻ നീക്കങ്ങളുമായി കെഎസ്ആർടിസി. തിരുവനന്തപുരത്ത് ഓർഡിനറി സർവീസുകൾക്ക് പകരം കൂടുതൽ ഫാസ്റ്റ് സിറ്റി ഫാസ്റ്റ് ബസ്സുകൾ ഇറക്കാനാണ് മാനേജ്മെന്റ് നീക്കം. നഗര ഡിപ്പോകളുടെ മാതൃകയിൽ മറ്റ് ഡിപ്പോകളിലും ഫാസ്റ്റ് ബസ്സുകൾ വർദ്ധിപ്പിക്കാനും തീരുമാനമുണ്ട്. ജൂൺ 15 മുതലാണ് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും കെഎസ്ആർടിസിയിൽ സൗജന്യയാത്ര അനുവദിക്കുക. സിറ്റി ഫാസ്റ്റ് ബസ്സുകൾ യാത്രക്കാർക്ക് തിരിച്ചറിയാൻ പ്രത്യേക സ്റ്റിക്കറുകൾ പതിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. സൗജന്യയാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങളും സർക്കാർ വേഗത്തിലാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ 8:30 തമ്പാനൂരിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ആദ്യ 100 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രവർത്തനം വിലയിരുത്തിയ ശേഷം കൂടുതൽ ബസ്സുകളിലേക്ക് പദ്ധതി വ്യാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. പദ്ധതിയിലൂടെ കെഎസ്ആർടിസി വരുമാനത്തിൽ ഒരു വർഷം 800 കോടി രൂപയുടെ കുറവുണ്ടാകുമെന്നാണ് കണക്ക്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഈ പണം സർക്കാർ കെഎസ്ആർടിസിക്ക് നൽകാനാണ് തീരുമാനം. അതേസമയം കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുന്നതിൽ പ്രതിഷേധവുമായി സ്വകാര്യ ബസ്സുടമകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ബജറ്റില് തങ്ങൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ സർവീസ് നിർത്തി സമരം നടത്താനാണ് തീരുമാനം. സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്ന തീരുമാനമാണിതെന്നാണ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് ഭാരവാഹികൾ പ്രതികരിച്ചത്. സ്വകാര്യ ബസ്സുകൾ നിലനിൽക്കാൻ പാക്കേജ് വേണമെന്ന് ഇവരാവശ്യപ്പെടുന്നു. 19-ന് ശേഷം ബസ്സുടമകളുടെ സംയുക്ത യോഗം ചേരുന്നുണ്ട്. മേഖലയെ സംരക്ഷിക്കുന്ന തീരുമാനമുണ്ടായില്ലെങ്കിൽ ബജറ്റിന് ശേഷം സ്വകാര്യ ബസ് പണിമുടക്കുണ്ടാകും. സർക്കാർ പറഞ്ഞ പൈസക്കാണ് സ്വകാര്യ ബസ്സുകൾ ഓടുന്നത്. കെഎസ്ആർടിസിക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ സ്വകാര്യ ബസ് സർവീസിനും വേണം. മത്സ്യബന്ധനത്തിന് മണ്ണെണ്ണ സബ്സിഡി കൊടുക്കുന്നതുപോലെ ഇന്ധനത്തില് ഇളവ് വേണം. ഇൻഷുറൻസ് സർക്കാർ ഏറ്റെടുക്കണം. ബസ് സ്റ്റാൻഡുകളിലെ ഫീസ് ഒഴിവാക്കണം. വിദ്യാർത്ഥി യാത്രാനിരക്ക് വർധന, പൊതുയാത്രക്കാരുടെ നിരക്ക് വർധന, ഡീസൽ സബ്സിഡി, ഇൻഷുറൻസ് ഇളവ് എന്നിവ പാക്കേജിൽ വേണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു.